ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യം മാത്രം നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ഒന്ന്, ദൈവഹിതം തിരിച്ചറിയുക. രണ്ട്, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക. ഈ രണ്ട് കാര്യവും നാം ചെയ്തു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും, അസ്ഥിക്കൂമ്പാരത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ആ അസ്ഥിക്കൂമ്പാരത്തിൽ നിന്നും ജീവനുള്ളൊരു സൈന്യത്തെ പുറത്തെടുത്തതുപോലെ സാഹചര്യങ്ങളുടെ പ്രതികൂലതകളുടെ നടുവിൽ നിന്നും സന്തോഷകരമായ വിജയകരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അല്ല, ദൈവസാന്നിധ്യമില്ലാതെ ദൈവഹിതം തിരിച്ചറിയാതെ നാം നമ്മുടെ ഇഷ്ടത്തിനാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ആ അനുകൂലതയിലും നാം പരാജയപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. നമ്മുടെ കുടുംബജീവിതത്തിലും സംഭവിച്ചത് അതുതന്നെയല്ലേ? നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ചത് അതല്ലേ? നമ്മുടെ ശുശ്രൂഷയിലും സംഭവിച്ചത് അതല്ലേ? നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിലും സംഭവിച്ചത് അതല്ലേ? ദൈവസാന്നിധ്യം തിരിച്ചറിയാതെ ദൈവഹിതപ്രകാരം മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാതെ നാം നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റെപ്പുകൾ വെച്ചതല്ലേ ഇന്നത്തെ പരാജയത്തിന് കാരണം. അതുകൊണ്ട് പരാജയപ്പെടാതെ വിജയമായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവഹിതം തിരിച്ചറിയുക, ദൈവസാന്നിധ്യത്തിൽ വസിക്കുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം പോകുന്നിടത്തെല്ലാം വിജയിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.